പ്രിയപ്പെട്ടവരെല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇടവേള റാഫി യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയുന്നത് കർക്കിടക ബാഹുബലിയുടെ ദിവസമാണ്. ബലിതർപ്പണത്തിനായിട്ട് കുറ്റിപ്പുറം മിനി പമ്പയിൽ എത്തിയ ആളുകളുടെ തിരക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറ്റിപ്പുറം മിനി പമ്പയിൽ ബലിതർപ്പണത്തിനെത്തിയ ആളുകൾ ഇവിടെ ലൈനായി നിൽക്കുന്നത് നമുക്ക് കാണാം. ഒക്കെ ഈ കർക്കിടക ബലിന് വേണ്ടി വരുന്ന ആളുകളാണ്. നമ്മൾ ഒരു 15 വർഷമായിട്ട് ഹിന്ദു പരിഷത്തും സേവാഭാരതിയും കൂടിയിട്ടാണ് നമ്മളിവിടെ കർക്കിടക മാസത്തെ വാവുബലി, തുലാമാസ വാവുബലി ഈ മിനി പമ്പയിൽ വെച്ചിട്ട് എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ശ്രീ മല്ലൂർ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് വെച്ചിട്ടാണ് ഈ ബലികർമ്മങ്ങൾ നടക്കുന്നത്. ഏകദേശം ഒരു 1500ഓളം പേരാണ് കർക്കിടക മാസ വാവുബലിക്ക് പങ്കെടുക്കാറുണ്ട്. തുലാമാസ വാവുബലിക്ക് ഏകദേശം 1000ഓളം പേര് പങ്കെടുക്കാറുണ്ട്. വാവുബലി കഴിഞ്ഞാൽ എല്ലാം സേവന പ്രവർത്തനമാണ്. അതുകൊണ്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യപൂർവ്വം വരാം, ബലി അർപ്പിക്കാം, കഴിഞ്ഞു പോകുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന ദക്ഷിണ സമർപ്പിക്കാം. താല്പര്യമുള്ളവർക്ക് സമർപ്പിക്കാം, അല്ലാത്തവർക്ക് സമർപ്പിക്കാതെ പോവാം. പിന്നെ അവർക്കൊരു ലഘുഭക്ഷണം. അങ്ങനെയാണ് നമ്മൾ എല്ലാ വർഷവും ഇവിടെ നടത്തി വരാം. ഇതിപ്പോൾ എത്ര വർഷമായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ മിനി പമ്പയിൽ? 15 വർഷമായിട്ട് ഇവിടെ മിനി പമ്പയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം എത്ര ഭക്തന്മാരാണ് പ്രതീക്ഷിക്കുന്നത് ബലിയിടാൻ വരുന്ന ആളുകൾ? 1500 പേര് കൂടുതൽ കർക്കിടക മാസ വാവുബലിക്കും ഏകദേശം 1000ഓളം പേര് തുലാമാസ വാവുബലിക്കും ഇവിടെ പങ്കെടുക്കാം. അങ്ങനെയാണല്ലേ. പിന്നെ പൊതുവെ വെള്ളം കുറഞ്ഞുകൊണ്ട് ചെറിയൊരു സമാധാനം ഉണ്ടല്ലേ? വെള്ളം കുറഞ്ഞുകൊണ്ട് കൂടുതൽ കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്, കൂടുതൽ വന്നാലും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു അവസ്ഥയാണ്. കുഴപ്പമില്ലാത്ത അവസ്ഥ. ഇവിടെ നിങ്ങൾ വളണ്ടിയേഴ്സ് എത്ര പേരുണ്ട് നിയന്ത്രിക്കാനൊക്കെ ആയിട്ട്? ഏകദേശം ഇപ്പോൾ 50ഓളം പേര് ഇവിടെ വളണ്ടിയേഴ്സ് സേവാഭാരതിയുടെയും വിശ്വന്റെ പരിഷത്തിന്റെയും ചുമതലയുള്ള ഏകദേശം 50ഓളം പേര് ഇവിടെ ഉണ്ട്. ഇന്നലെ മുതൽ തന്നെ ഇവിടെ ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവിടെ വൃത്തിയാക്കലും കാര്യങ്ങളും ഒരിക്കലൊക്കെ എല്ലാം സേവന പ്രവർത്തനത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഇനി വരും കാലങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ നമുക്ക് ആശംസിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇനി വേറെ എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ആൾക്കാർ എന്തെങ്കിലും പറയാൻ മതിയല്ലോ അല്ലേ? നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കർമ്മി നമ്മുടെ എടപ്പാളുള്ള ഒരു ബാബു. എത്ര കർമ്മികളുണ്ട്? ഒരാൾ ആളെ നേതൃത്വത്തിലാണ് പോകുന്നത്. കർമ്മിത്വത്തിലാണ് നടത്തുന്നത്. ബാബുരാജ് എന്നിട്ട് എടപ്പാളാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അല്ലെങ്കിൽ പിന്നെ നിലമ്പൂരുള്ളൊരു വ്യക്തിയാണ് വരുന്നത്. അങ്ങനെ ഓരോരുത്തരും ഓരോ സമയത്ത് മാറി മാറി വരാറുണ്ട്. എവിടെയാണ് ആരാണോ ഒഴിവുള്ളത് വെച്ചാൽ അവർക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും വളരെ സന്തോഷം. എന്തായാലും ഭക്തജനങ്ങളുടെ സൗകര്യങ്ങളും മീഡിയക്കാരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും വീണ്ടും പുരോഗമിക്കാൻ ഇടവരുത്തട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. രാമ 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 ഹരേ കൃഷ്ണ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. നാളെയും നമ്മൾ നടത്തേണ്ടത് കുറ്റിപ്പുറം മിനി പമ്പയിൽ കഴിഞ്ഞൊരു 15 വർഷക്കാലത്തോളം മറ്റ് വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് സൗകര്യാർത്ഥം എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ സേവാഭാരതിയുടെ ആളുകളെല്ലാം സംയുക്തമായിട്ട് തന്നെയാണ് ഈ ഒരു ബലിതർപ്പണ കർമ്മങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 1500ഓളം ആളുകളെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും സന്നദ്ധ പ്രവർത്തകർ 2-3 ദിവസങ്ങളായി ഇവിടെ ഓരോരോ കാര്യങ്ങളും ഒരുക്കങ്ങളും നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നല്ല അതിഗംഭീരമായൊരു വെള്ളം വന്നിരുന്നു. അപ്പോൾ വെള്ളപ്പൊക്കം മീൻസ് വെള്ളം കയറിയതിന് ശേഷം അടിസ്ഥാനത്തിൽ മിനി പമ്പ പരിസര പ്രദേശങ്ങളൊക്കെ മണലും ചണ്ടിയൊക്കെ അടഞ്ഞുകൊണ്ട് വളരെ വൃത്തിയില്ലാത്ത രീതിയിൽ കിടക്കുകയായിരുന്നു. അതെല്ലാം വൃത്തിയാക്കി ബലിയിടാൻ വരുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് ഒരുക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് വളരെ മാതൃകാപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്.
ബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മല്ലൂർ ശിവക്ഷേത്രത്തിന് താഴെയുള്ള ശിവപ്രതിമയുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വെള്ളം പിടിച്ച് കയറിയ ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം എന്തായാലും അതിനെല്ലാം ശമനമായിക്കൊണ്ട് രണ്ട് ദിവസമായിട്ട് വെള്ളം വളരെ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനും ചടങ്ങുകളൊക്കെ ചെയ്യാനും വളരെ അതിനുള്ള ആപ്റ്റായ രീതിയിലുള്ള വെള്ളമേ ഉള്ളൂ. അമിതമായിട്ടുള്ള വെള്ളമില്ല. വെള്ളമുണ്ട്, സാധാരണ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെള്ളം ഉണ്ട്. എന്നാൽ പോലും ഈ ചടങ്ങുകൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വെള്ളം ഒതുങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ഭക്തിപൂർവം, അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞ ആളുകൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ടുള്ള ബലിതർപ്പണമാണ് ഇപ്പോൾ കുറ്റിപ്പുറം മല്ലൂർ ശിവപാർവതി ക്ഷേത്രത്തിന് താഴെയുള്ള മിനി പമ്പയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബലിതർപ്പണ ചടങ്ങുകൾ കഴിഞ്ഞ് വന്നാൽ ഇവിടെ നമുക്ക് തർപ്പണത്തിന് വരുന്ന ആളുകൾക്ക് ഒരു പ്രാതൽ ഭക്ഷണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ വിതരണവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുളി കഴിഞ്ഞ് വരുന്ന ആളുകളെല്ലാവരും പ്രാതൽ കൂടും കഴിച്ച് ഇവിടുന്ന് പൂർവികർക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ഭക്തിപൂർവ്വം എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ടാണ് കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്ന് കഴിഞ്ഞൊരു 15 വർഷക്കാലത്തോളമായിട്ട് വളരെ അടക്കം ചിട്ടയോട് കൂടി ആർക്കും ഒരു ബുദ്ധിമുട്ടും പരാതിയും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് ഈ ചടങ്ങുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഏകദേശം ഒരു 4:30 മണിയോടുകൂടി ഇവിടുത്തെ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ ആരംഭിച്ചതാണ്. ഇപ്പോഴും ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. എന്തായാലും വളരെ നിയന്ത്രണാധീനമായിക്കൊണ്ട് തന്നെയാണ് ചടങ്ങുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതപ്പുഴയിൽ വെള്ളമുണ്ട്, വർഷക്കാലമാണ്. അപ്പോൾ അതെല്ലാം ലിമിറ്റേഷൻ ചെയ്തുകൊണ്ട് ആളുകൾ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ ചടങ്ങുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മിനി പമ്പയുടെ ഒരു ചരിത്രം ലോകമലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ ശബരിമല സീസൺ സമയങ്ങളിലും വളരെ സന്തോഷകരമായ രീതിയിൽ എല്ലാം ഒരുക്കുന്ന ടീംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ മിനി പമ്പയിൽ ശബരിമല സീസൺ ആവുന്ന സമയത്ത് മറ്റേത് സമയത്തും ജാതിയും മതവും വർഗവും പറഞ്ഞൊന്നും വ്യത്യാസമില്ലാതെ ഇവിടെ ഭക്തിസാന്ദ്രം വരുന്ന ആളുകൾക്ക് ഇവിടെ നാട്ടുകാരും ഇതുപോലെ സന്നദ്ധ പ്രവർത്തകരെല്ലാം എല്ലാ സൗകര്യങ്ങളും എപ്പോഴും ചെയ്തു കൊടുത്തുകൊണ്ട് കേരള ഭൂപടത്തിൽ തന്നെ മാതൃകാപരമായ രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സ്ഥലമാണ് കുറ്റിപ്പുറം മിനി പമ്പ എന്ന് പറയുന്ന ഈ സ്ഥലം. ചടങ്ങുകൾ കഴിഞ്ഞെല്ലാം വന്ന ആളുകൾ കുളിച്ച് ബലിതർപ്പണമെല്ലാം കഴിഞ്ഞ് വരുന്ന ആളുകൾ മല്ലൂർ ശിവ പാർവതി ക്ഷേത്രത്തിൽ കയറി തൊഴുത് പ്രാതൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രാതൽ കൂടി കഴിച്ചിട്ടാണ് എല്ലാവരും തിരിച്ച് ഇവിടുന്ന് പോകുന്നത്. വരും വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ സന്നദ്ധ പ്രവർത്തകർക്ക്, ഈ സംഘാടകത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇടവേള റാഫി യൂട്യൂബ് ചാനൽ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.